കർത്തൃകൽപ്പന പ്രകാരം AD 37 വിശുദ്ധ പത്രോസ് ശ്ലീഹായാൽ അന്ത്യോക്യയിൽ സ്ഥാപിതമായ ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും വിശ്വാസസത്യങ്ങളും. History and Faith of the Universal Syrian Orthodox Church of Antioch. തയ്യാറാക്കിയത് ഷെവലിയർ K.O. മാത്യു, കോങ്കര. Chapter 1, Class 1. വിശുദ്ധ സഭ. യഥാർത്ഥത്തിൽ നാം ഒരു യാത്രയിലാണ്. 3 ഘട്ടങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ യാത്രയിൽ. ആദ്യ ഘട്ടം ജനനം മുതൽ മരണം വരെയുള്ള കാലം. രണ്ടാം ഘട്ടമെന്നത് മരണത്തിനു ശേഷം ഈ മൺകൂടുപേക്ഷിച്ച് ആത്മാവ് വസിക്കുന്നിടം. മൂന്നാം ഘട്ടമെന്നതോ ദൈവമായ കർത്താവിന്റെ വലിയ വരവും ന്യായവിധിയും അതിനുശേഷമുള്ള വാങ്ങിപ്പോയവരുടെയും ഇവിടെയുള്ളവരുടെയും ആത്മാക്കളുടെ അവസ്ഥ. ഈ സ്ഥിതിയിൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് അഥവാ നിത്യജീവൻ പ്രാപിപ്പാൻ നമുക്ക് ഒരു സഭയുടെ ആവശ്യമുണ്ടോ? നിത്യജീവൻ പ്രാപിക്കാൻ സഭ എത്രത്തോളം ആവശ്യമെന്നു മാത്രമല്ല, സഭയുടെ സ്ഥാനം എവിടെയെന്നും എഫേസ്യ ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നോക്കുക. എഫേസ്യർ അധ്യായം 1 വാക്യം 21. എല്ലാ അർക്കാവോസർക്കും ശുൽത്തോനന്മാർക്കും ഹൈലന്മാർക്കും മോറാവോസോകൾക്കും മേലായും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനിരിക്കുന്നതിലും പേര് പറയപ്പെടുന്ന സകല നാമങ്ങൾക്കും മേലായും സ്വർഗ്ഗത്തിൽ തന്റെ വലതുഭാഗത്ത് തന്നെ ഇരുത്തുകയും. 22. സർവ്വവും തന്റെ കാൽ കീഴാക്കുകയും സകലത്തിന്മേലും ഉപരിയായിരിക്കുന്നവനായ തന്നെ സഭയ്ക്ക് തലയായി നൽകുകയും ചെയ്തു. 23. സഭയാകട്ടെ തന്റെ ശരീരവും എല്ലാറ്റിലും എല്ലാറ്റിനെയും പൂർത്തീകരിക്കുന്നവന്റെ പൂർണ്ണതയുമാകുന്നു. എത്ര വലിയ പദവിയാണ് കർത്താവിന്റെ മണവാട്ടിയാകുന്ന തന്റെ സഭയ്ക്ക് ഒരുക്കിയിരിക്കുന്നതെന്നു കാണുക. എല്ലാ നാമങ്ങൾക്കും മുകളിൽ തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് യേശു ശിരസായിരിക്കുന്ന തന്റെ ശരീരമായി തീരുക എന്നതാണ് തന്റെ സഭയുടെ അംഗങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന മഹാഭാഗ്യം. അതിനപ്പുറം ഒരു പദവിയുമില്ല. എന്നാൽ ഈ സത്യത്തിൽ നിന്നും അകന്ന് ആത്മീയ അടിത്തറയില്ലാത്തവർ തങ്ങളുടെ അജ്ഞത മൂലമോ സ്വാർത്ഥതയോ ദ്രവ്യാഗ്രഹമോ കാരണത്താൽ രക്ഷിക്കപ്പെടുവാൻ സഭയുടെ ആവശ്യമില്ല എന്നു ചിലരും, അതല്ലെങ്കിൽ തങ്ങൾ സ്ഥാപിച്ച സഭയാണ് യഥാർത്ഥ സഭയെന്ന അഭിപ്രായമുള്ളവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം അഭിപ്രായങ്ങളുമായി വരുന്നവർ സഭാമക്കളെ ചഞ്ചലമനസ്കരാക്കുവാൻ ഇടയുള്ളതിനാൽ വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭയെന്ന സത്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. 1. ക്രിസ്തുവും വിശുദ്ധ സഭയും തമ്മിൽ എപ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. 2. കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ ഏതാണ്. 3. ആ സഭയുടെ ലക്ഷണമെന്താണ്, ലക്ഷ്യമെന്താണ്? ഉത്തരം. 1. വിശുദ്ധ ബൈബിളിൽ ക്രിസ്തുവും വിശുദ്ധ സഭയും എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അനേക ഇടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വിശുദ്ധ സഭയെക്കുറിച്ചും ക്രിസ്തുവും തന്റെ വിശുദ്ധ സഭയുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും വിശുദ്ധ ബൈബിളിൽ മാത്രമല്ല, വിശുദ്ധ അന്ത്യോക്യാസഭയുടെ ആരാധനാക്രമങ്ങളിലും പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലുമെല്ലാം തന്നെ ഉടനീളം കാണാവുന്നതാണ്. AD 37 കർത്തൃകൽപ്പനയാൽ അന്ത്യോക്യായിൽ ലോകത്താദ്യമായി സ്ഥാപിതമായ വിശുദ്ധ അന്ത്യോക്യാസഭ ജെറുസലേമിൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ച് യുഗങ്ങളായി ലോകമെമ്പാടും വ്യാപിച്ചു നിലകൊള്ളുന്ന ഒരു സഭയാണ്. മേൽ ചോദ്യങ്ങൾ മാത്രമല്ല, ആത്മീയപരമായ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ ഉത്തരമുള്ള സഭയാണ് അന്ത്യോക്യാസഭ. അത് ക്രിസ്തു സ്ഥാപിച്ച സഭയായതുകൊണ്ടും അതിന്റെ ആത്മാവ് വിശുദ്ധ റൂഹ ആയതുകൊണ്ടും അത് സത്യത്തെ വെളിപ്പെടുത്തുന്നു. ഇന്ന് നാം വായിക്കുന്ന വിശുദ്ധ ബൈബിളിനു മുൻപ് സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ സഭയുടെ വിശ്വാസസത്യങ്ങൾ വേദപുസ്തകാടിസ്ഥാനത്തിലുള്ളതു മാത്രമാണ്. എന്നതുമാത്രമല്ല, കലർപ്പില്ലാത്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്ഷീത്തോ സുറിയാനി ഭാഷയിലുള്ള സമ്പൂർണ്ണ ബൈബിൾ ലോകത്തിനു നൽകിയതു തന്നെ വിശുദ്ധ സഭയാണ്. സത്യവേദ പുസ്തകപ്രകാരം വചനാടിസ്ഥാനത്തിൽ മേൽചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താം. കർത്താവായ യേശുക്രിസ്തുവും തന്റെ വിശുദ്ധ സഭയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നു കാണുക. 1. വിശുദ്ധ സഭ എന്നാൽ അത് ക്രിസ്തുവിനാൽ സ്ഥാപിതം. വിശുദ്ധ മത്തായി അധ്യായം 16 വാക്യം 16. 2. അതിന്റെ ഭരണം ക്രിസ്തു വിശുദ്ധ പത്രോസിനെ ഏൽപ്പിച്ചു. വിശുദ്ധ മത്തായി അധ്യായം 16 വാക്യം 17. വിശുദ്ധ യോഹന്നാൻ അധ്യായം 21 വാക്യം 15. 3. വിശുദ്ധ സഭ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും ദൈവാലയവും ദൈവത്തിന്റേതും. 1 തിമോത്തിയോസ് അധ്യായം 3 വാക്യം 15. 4. വിശുദ്ധ സഭ ക്രിസ്തുവിന്റെ ശരീരം. എഫെസിയർ അധ്യായം 1 വാക്യം 23. കൊലോസിയർ അധ്യായം 1 വാക്യം 24. 5. വിശുദ്ധ സഭ ക്രിസ്തുവിന്റെ മണവാട്ടി. വെളിപാട് അധ്യായം 21 വാക്യം 9. 6. കർത്താവ് വിശുദ്ധ സഭയ്ക്ക് ആത്മീയ അധികാരം നൽകി. യോഹന്നാൻ അധ്യായം 20 വാക്യം 21. 7. പരിശുദ്ധാത്മാവിനെ ക്രിസ്തു വിശുദ്ധ സഭയ്ക്ക് നൽകി. അപ്പോസ്തല പ്രവൃത്തികൾ 2 വാക്യം 1 മുതൽ 13 വരെ. 8. പരിശുദ്ധാത്മാവ് സഭയെ സർവ്വസത്യത്തിലും നടത്തും. യോഹന്നാൻ അധ്യായം 16 വാക്യം 13.
9 ക്രിസ്തു വിശുദ്ധ സഭയുടെ മൂലക്കല്ല് 1 കൊരിന്ത്യർ അധ്യായം 3 വാക്യം 11 എഫെസിയർ അധ്യായം 2 വാക്യം 20 1 പത്രോസ് അധ്യായം 24 വാക്യം 6 10 വിശുദ്ധ സഭയുടെ ശിരസ് ക്രിസ്തു എഫെസിയർ അധ്യായം 1 വാക്യം 22 എഫെസിയർ അധ്യായം 5 വാക്യം 23 11 വിശുദ്ധ സഭ ക്രിസ്തു തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 20 വാക്യം 28 12 വിശുദ്ധ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നു എഫെസിയർ 5 വാക്യം 24 13 വിശുദ്ധ സഭ ദൈവജ്ഞാനം വെളിപ്പെടുത്തുന്നു എഫെസിയർ 3 വാക്യം 10 മുതൽ 11 വരെ 14 വിശുദ്ധ സഭയെ ദൈവം കാത്തുസൂക്ഷിക്കുന്നു വിശുദ്ധ മത്തായി 16 വാക്യം 18 15 വിശുദ്ധ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് ഇടവകകൾക്ക് എപ്പിസ്കോപ്പാമാരെ നിയോഗിച്ചിരിക്കുന്നു അപ്പോസ്തല പ്രവൃത്തികൾ 20 വാക്യം 28 16 ഇങ്ങനെയുള്ള സഭയുടെ മാമോദീസ ഏൽക്കുന്നവർ പരിശുദ്ധാത്മാവിനാൽ മുദ്രകുത്തപ്പെടുകയും ആ പരിശുദ്ധാത്മാവ് ജീവൻ പ്രാപിക്കുന്നവരുടെ രക്ഷയ്ക്കും തന്റെ ബഹുമാനത്തിന്റെ മഹിമക്കുമായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരവുമാകുന്നു എഫെസിയർ 1 വാക്യം 13 മുതൽ 14 വരെ 17 സഭ ദൈവത്തിന്റെ പുതിയ ഇസ്രായേൽ ഗലാത്യർ 6 വാക്യം 16 18 തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം 1 പത്രോസ് 2 വാക്യം 12 19 വിശുദ്ധ സഭയെ വളർത്തുന്നത് ദൈവം പൗലോസ് നട്ടു കൊരിന്ത്യർ അധ്യായം 3 വാക്യം 6 മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് കൃപയും സത്യവും താൻ മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരുന്നത് തന്റെ മനുഷ്യാവതാരത്തോട് അവരെ അടുപ്പിക്കുന്നതിലൂടെ ആയിരുന്നു. ഇപ്പോൾ കൃപയും സത്യവും താൻ നൽകുന്നത് ദൃശ്യമായ തന്റെ സഭയുമായുള്ള ഐക്യത്തിലേക്ക് അവരെ ആനയിക്കുന്നത് മൂലമാകുന്നു. കാരണം ശിഹായും വിശുദ്ധ സഭയും രണ്ടല്ല ഒന്നു തന്നെയായതുകൊണ്ടാണ് ഇപ്പോൾ തന്റെ സഭയിൽ കൂടെ കൃപയും സത്യവും സമൃദ്ധിയായി നൽകപ്പെടുന്നത്. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ പീഡാനുഭവവും തന്റെ ക്രൂശുമരണവും തന്റെ കബറക്കവും ഉയർപ്പും നമുക്കറിയാം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് തന്റെ സഭയിലാണ്. എന്തുകൊണ്ട്? ഉത്തരം മേൽ തിരുവചനങ്ങളിൽ ഉണ്ട്. 1 സഭ ക്രിസ്തുവിന്റെ ശരീരമായതുകൊണ്ട്. 2 അങ്ങനെയുള്ള സഭയുടെ ശിരസ്സു ക്രിസ്തുവായതുകൊണ്ട്. 3 മണവാളനും മണവാട്ടിയും ഒന്നായിരിക്കുന്നതുപോലെ ക്രിസ്തുവും തന്റെ രക്തം കൊണ്ട് വിലക്ക് വാങ്ങിയ തന്റെ മണവാട്ടിയാകുന്ന സഭയും ഒന്നായതുകൊണ്ട്. 4 സഭ കർത്താവിന്റേത് ആയതുകൊണ്ട്. 5 ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അത് പണിയപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. 6 പരിശുദ്ധാത്മാവിനെ ക്രിസ്തു സഭയ്ക്ക് നൽകിയതുകൊണ്ട് നാം മനസ്സിലാക്കുന്ന സത്യം ക്രിസ്തു തന്നെയാണ് തന്റെ സഭ എന്നതാണല്ലോ. ക്രിസ്തുവും തന്റെ വിശുദ്ധ സഭയും തമ്മിൽ ഒരിക്കലും വേർപിരിക്കപ്പെടാൻ പറ്റാത്തവണ്ണം ഒന്നാണ്. ക്രിസ്തു എന്നാൽ തന്റെ സഭയാണ്. വിശുദ്ധ സഭ ക്രിസ്തുവുമാണ്. Both are inseparably one. നാം ഒരിടത്തും നമ്മുടെ ശരീരം മറ്റൊരിടത്തും ആകാൻ സാധിക്കാത്തപോലെ ശരീരവും ശിരസും രണ്ടിടത്താകുക അസാധ്യകുന്നതുപോലെ വിശുദ്ധ സഭ ക്രിസ്തുവിന്റെ ശരീരമായതുകൊണ്ടും സഭയുടെ ശിരസ്സു ക്രിസ്തുവായതിനാലും വിശുദ്ധ സഭ എന്നാൽ അത് ക്രിസ്തു തന്നെയാണെന്ന പരമസത്യം മേൽ കാരണങ്ങളാൽ നാം മനസ്സിലാക്കുന്നു. അക്കാരണം കൊണ്ടുതന്നെ സഭ എന്നത് ഒരു വ്യക്തിയോ കുറേ ആളുകളോ കൂടിച്ചേർന്ന് മനുഷ്യനിർമ്മിതമായ ഒരു സ്ഥാപനമോ സംഘടനയോ കൂട്ടായ്മയോ ഫെലോഷിപ്പോ അസംബ്ലിയോ വിരുന്നു നൽകുന്ന ഇടമോ ആണ് എന്ന് നാം വിശ്വസിക്കുന്നില്ല. ഇവിടെ ആദ്യം ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ പിന്നീട് ഒരു സഭ സ്ഥാപിക്കുന്നു. എന്നാൽ വിശുദ്ധ സഭയുടെ വിശ്വാസമതല്ല. വിശുദ്ധ സഭയുടെ മാമോദീസ ഏറ്റവർ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാകുന്ന മുന്തിരിവള്ളിയുടെ ചില്ലകൾ ആയിത്തീരുകയാണ്. ഒരു കുടുംബം ഉണ്ടാക്കിയ ശേഷം നാം അതിൽ അംഗം ആവുകയല്ല. പകരം നാം നമുക്ക് മുന്നേ സ്ഥാപിച്ച കുടുംബത്തിൽ ജനിക്കുകയാണ്. എന്നു പറഞ്ഞതുപോലെ ക്രിസ്തുവാകുന്ന തന്റെ സഭയുടെ മാമോദീസ നാം ഏൽക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാകുന്ന മുന്തിരിവള്ളിയുടെ ചില്ലകൾ ആയിത്തീരുന്നു. അതിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോകാത്തിടത്തോളം കാലം നാം ആ മുന്തിരിവള്ളിയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. മേൽ ഉദ്ധരിച്ച വാക്യങ്ങൾ പ്രകാരം തന്റെ മണവാട്ടി ആകുന്ന സഭ ഏകമായതുകൊണ്ടും ആ സഭ മേൽ ഉദ്ധരിച്ച വാക്യങ്ങൾ പ്രകാരവും ഇന്ന് നാം വായിക്കുന്ന വിശുദ്ധ ബൈബിളിനു മുൻപു തന്നെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നതുകൊണ്ടും അപ്രകാരമുള്ള സഭയുടെ ആരംഭ പ്രവർത്തനം മുതലുള്ള കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ടും കലർപ്പില്ലാത്ത ഷീത്തോസുറിയാനിയിലുള്ള ബൈബിൾ തന്നെ ലോകത്തിനു നൽകിയത് ആ വിശുദ്ധ സഭയായതുകൊണ്ടും ഇനി വിശദീകരിക്കുവാൻ പോകുന്ന മറ്റ് അനേക തെളിവുകൾ ഉള്ളതുകൊണ്ടുമാണ് ക്രിസ്തുവിനെപ്പോലെ വിശുദ്ധ സഭയെ നമ്മൾ സ്നേഹിക്കുകയും ആ സത്യവിശ്വാസത്തിൽ അചഞ്ചലായി നാം പാറപോലെ ഉറച്ചു നമ്മൾ നിൽക്കുകയും ചെയ്യുന്നത്. ദൈവകൃപയാൽ ഈ വിഷയത്തിലുള്ള തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത ദിവസങ്ങളിൽ തുടരുന്നതാണ്.